അയ്യോ അത് ജീപ്പ് വരുന്നു, ഞാൻ പോവാ. അച്ഛന് ഊണ്. രാവിലെ കഞ്ഞിയാണോ കുടിച്ചേ? ഇല്ല സർ, പുട്ടും കറില്ലേ. ഒന്ന് ചോണയായിട്ട് നിൽക്കണോ? ഓടോടുന്നു. വാടോ, എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സർ. ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയില്ല. ആഹാ, അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ വീടാണെങ്കിൽ മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ അയ്യോ എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ? ഓ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ, ഒന്നകത്തേക്ക് പോണമായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസിൽ ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. നമസ്കാരം സാർ. രായപ്പനെ പോകുന്നു. കുറച്ചു നേരമായി സാർ. വാ. എന്താണോ തല്ലും പിടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? പുഴ വെച്ചാ സാർ. സാർ, ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടതെന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. രായപ്പനെ ഇട്ടോട്. രായപ്പാ, അരമുറി. ഓ, എന്താണോ ഈ ഫയല് പരമേശ്വര സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അവിടെ എന്നാ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. വൈകിട്ടാണോ സാർ? ശരി. എടോ, ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കുരയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ, ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ, ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവളെ എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരോ ഇറങ്ങിക്കോളൂ ജാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? സാറേ, എസ് ഐ സാർ നന്നായിച്ചാ. ഏതാ മനസ്സിലായില്ല. ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്നാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ, എന്നാ പേടിയാന്നേ.
ഞാൻ പിടിച്ച് തിന്നത്തൊന്നുമില്ല വന്നേ. അയ്യോ എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂ. വിട്. അയ്യോ. എടോ ശ്രീനിവാസ, നിനക്ക് സംഗീതം വശമുണ്ടോ? അല്പമൊക്കെ. ഈ കഥകളി പദം വല്ലതറിയോ? ഏയ് ഇല്ല. പിന്നെ എന്ത് കലാകാരനാണോ താൻ? കുണ്ടിത നായക. എന്നാ ഞാനവിടെ നന്ദി. പാടാം. ഒന്ന് പോടോ. കുണ്ടിത നായക നന്ദിനിക്കൊത്തോരോ പെണ്ണില്ല മണ്ണില്ല തുണനവും. എത്ര കാലായി ഒരു നല്ല കഥകളി കണ്ടിട്ട്. ഇപ്പൊക്കെ സായിപ്മാർക്ക് കാണാൻ വേണ്ടി ഒരുതരം കാട്ടിക്കൂട്ടലല്ലേ. വികൃതം ഗോഷ്ടി. സാറേ ആരോടെ? ഞാനാ സാറേ കള്ളം വരിയത്. ഒരുത്തൻ പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ വന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടല്ലേ കള്ളനാണെന്ന്. ഈ നാട്ടിൽ എന്തിനാ പോലീസ്? എന്താണോ ഉറങ്ങണം സാർ. അതിന് ഞാൻ എന്ത് വേണം? താരാട്ട് പാടണം? അയ്യോ വേണ്ട സാർ, ഇന്നത്തേക്ക് ഇവിടെ ഒന്ന് കിടന്നോളാൻ SI അമ്മ പറഞ്ഞിട്ടുണ്ട്. ഓ അതേതായാലും നന്നായി. ഇന്നൊക്കെ ഒരു ദിവസത്തെങ്കിലും നാട്ടുകാർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ശ്രീനിവാസ, ആ സെല്ലും തുറന്നു കൊടുത്തേ, കിടന്നോട്ടെ. പോ 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 പോ. എന്താ മുഖത്തത്ര ഗൗരവം? പിന്നെന്താ, ഞാൻ പല്ലടിച്ച് നടക്കണോ? പല്ലിളിക്കൊന്നും വേണ്ട, കാണുമ്പോ ഒന്ന് ചിരിച്ചൂടെ? തനിക്ക് ഈ മുഖം ചേരുന്നില്ല. ഓ ഞാൻ സഹിച്ചോളാം. മാറി. എനിക്കറിയാം എന്താ കാരണമെന്ന്. വഴിന്ന് മാറ്, എനിക്ക് പോണം. നിന്നേ, ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ലേ ദേഷ്യം? SI സാർ ചാക്കേട്ട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പോയതല്ലേ? എനിക്കറിയായിരുന്നു ആ സ്ത്രീ എത്രക്കാരിയാണെന്ന്. എന്തിനാ ഈ SI പറയുന്നെല്ലാം ചെയ്യാൻ പോകുന്നത്? പറ്റില്ലെന്ന് പറഞ്ഞൂടായിരുന്നോ? നല്ല കഥയെ, മേലുദ്യോഗസ്ഥനല്ലേ? ഓ അത്രല്ലേ ഉള്ളൂ. അയാളുടെ വീട്ടുവേലക്കാരനൊന്നുമല്ലല്ലോ. അത് ശരിയാണ്, പക്ഷേ ഞാൻ പോന്നു. എനിക്കങ്ങനെ ആരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. സാറിനെ കട നോക്കാൻ വന്നേ? മാധവൻപിള്ള. അതെ, മണി 8 ആയത് മുതല് സാറിനെയും കാത്ത് കുറ്റി അടിച്ചു നിന്നോട് നിൽക്കായിരുന്നു. വന്നോട്ടെ വന്നോട്ടെ. മുറിയുടെ കാര്യമൊക്കെ ഓഫീസ് പറഞ്ഞിരുന്നല്ലോ. നല്ല സ്ഥല സൗകര്യം വേണം. പിന്നെ എനിക്കൊരാൾക്ക് താമസിക്കാൻ അങ്ങനെ വിസ്തരിക്കൊന്നും വേണ്ട. ഇവിടെ കൂടെ തന്നെ ഒക്കെ ഉണ്ട്. സാറ് ഒന്ന് കണ്ടിട്ട് പറയണം. എന്റെ പേര് പീറ്റർ എന്നാണ്. ഈ സാറ് വിളി ഒന്ന് ഒഴിവാക്കിയാൽ കൊള്ളാം. കേട്ട് ശീലമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്കത് ശീലമായി പോയി സാറേ. ആ ഇതാണ് കട. പഴയ ഒരു സ്റ്റുഡിയോ ആയിരുന്നു, ഇപ്പൊ പൂട്ടിക്കിടക്കുക. ഇത് മതിയാവും. പുറകിലൊരു ടാപ്പുണ്ട്, അതിനോട് തൊട്ട് കുളിമുറി മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാർ. കൊള്ളാം. അല്ല, ബിസിനസ് ആവശ്യത്തിനെന്ന് പറഞ്ഞു, എന്താന്ന് മനസ്സിലായില്ല. അതൊക്കെ ഉണ്ട്. അപ്പോ ഇത് നമ്മൾ ഉറപ്പിക്കുന്നു. പാർട്ടിയെ കണ്ട് വേണ്ട ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താണ് പരിപാടി അമ്മാവോ? അമ്മാവൻ നിന്റെ അമ്മ നായർ പോടാ. രാജപ്പനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ, അവന്റെ വാല ആനയും പേടിക്കണം, ആന പുണ്ടത്തെയും പേടിക്കണം. സാറിന്റെ കട ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. വരണം, ഒരു ചായ അടിച്ചിട്ട് വാ. വന്നട്ടെ.